ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025. കഴിഞ്ഞ സെപ്റ്റംബർ 1 പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ റൂൾസ് കൂടിയിട്ട് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് എക്സംഷൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓർഡർ കൂടിയിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത്? ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫോറിൻ നിയമങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ ഇമിഗ്രന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം കൺസോളിഡേറ്റ് ചെയ്യുക. പല നിയമങ്ങളായിട്ടായിരുന്നു പണ്ട് ഈ ഫോറിനേഴ്സ് ആക്ടുകൾ കിടന്നുകൊണ്ടിരുന്നത്. അതായത് വിസയ്ക്ക് വേണ്ടിയിട്ടൊരു നിയമം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ, സാമഗ്രികൾക്ക്, ഇങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് നിയമങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ദെൻ അതെല്ലാം ഒരുപാട് പഴയ നിയമങ്ങളായിരുന്നു. 1967, 1920 ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു ആക്ടുകൾ ഉണ്ടായിരുന്നത്. സോ ആ ആക്ടുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു. അത് ഈ സെപ്റ്റംബർ 1 കഴിഞ്ഞ പാർലമെന്റിൽ ചർച്ച ചെയ്തു. ഈ സെപ്റ്റംബർ 1 അത് നിലവിൽ വരികയാണ്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, സോ 1920 പാസ്പോർട്ട് ആക്ടും 1939 രജിസ്ട്രേഷൻ ആക്ടും ഫോറിനേഴ്സ് ആക്ട് 1946, ദെൻ കാരിയേഴ്സ് ലയബിലിറ്റി ആക്ട്, അതായത് ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ലിഗേഷൻ, ദെൻ ഫോറിനേഴ്സിന്റെ രജിസ്ട്രേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഈ 4 ആക്ടുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 4 ആക്ടുകളും റിപ്പീൽ ചെയ്തു. കാരണം അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി. പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ആക്ടുകൾ നിലകൊള്ളുന്നില്ല. അപ്പോ ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോയി. സോ ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പുതിയൊരു നിയമം കൊണ്ടുവന്നു, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025. ഇത് പ്രകാരം നമ്മൾ കുറച്ചും കൂടി ലോസ് സ്ട്രിക്റ്റർ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്താണ് പെനാലിറ്റീസ് കൂട്ടി. ദെൻ എന്താണ്, ആരാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? ഇറ്റ് മീൻസ് നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരും ഇന്ത്യയിലേക്ക് വരുന്നു. സോ അവർക്ക് വിസ വേണമോ? ദെൻ അവര് എങ്ങനെയായിരിക്കണം? എന്തിനു വേണ്ടിയിട്ട്? ഫോർ എക്സാമ്പിൾ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ടാവാം, പഠിക്കാനായിട്ട് വരുന്നവരുണ്ടാവും. നമ്മൾ പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ, അതായത് ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ടാവും, യൂറോപ്യൻ ഒരു കൺട്രീസിലേക്ക് പോകുന്നുണ്ടാവും. ദെൻ എന്താണ്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നവരുണ്ട്, ദെൻ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആവശ്യങ്ങൾക്ക് ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുനിന്നും വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അവരെല്ലാം മാൻഡേറ്ററി റിപ്പോർട്ട് ചെയ്യണം. അത് ഹോട്ടൽസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എല്ലാം മാൻഡേറ്ററി റിപ്പോർട്ട് ചെയ്യണം. പിന്നെ പെനാലിറ്റീസ് ഇൻക്രീസ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എക്സംഷൻ ഓർഡറിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. എന്താണ് ഈ എക്സംഷൻ ഓർഡേഴ്സിൽ? അതായത് ആർക്കൊക്കെയാണ് വിസ വേണ്ടാത്തത്, ആർക്കൊക്കെയാണ് ഇന്ത്യയിലെ ഇമിഗ്രന്റ് സ്റ്റാറ്റസ് ഉണ്ടായിട്ടുള്ളവർക്ക് ഇവിടെ തുടർന്നു കൊള്ളാനായിട്ടുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ തുടർന്നു കൊള്ളാനായിട്ടുള്ള ഒരു ലീഗാലിറ്റി അവർക്ക് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ് ശ്രീലങ്കൻ തമിഴന്മാർ. ആരാണ്? ശ്രീലങ്കൻ തമിഴന്മാർ. ദെൻ വേറെ ആരാണ്? നമ്മളുടെ ഭൂട്ടാൻ, നേപ്പാൾ, അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ. സോ ഒരുപാട് പേര്, നമ്മൾ ഇന്നലെ നേപ്പാളിലെ പ്രക്ഷോഭം കണ്ടപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 4 ലക്ഷത്തോളം പേര് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 4-5 ലക്ഷം നേപ്പാളീസ്. ആകെ ഇവിടെ 3 കോടി ജനസംഖ്യയേ ഉള്ളൂ. അതിലൊരു 4 ലക്ഷം പേര് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഏത് നിയമമാണ് പ്രാവർത്തികമാക്കുന്നത്? അവർക്ക് നിയമത്തിന് വിസ വേണം. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും, ലീഗാലിറ്റി എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇനി ഒരു സിംഗിൾ ആക്ടേ ഉള്ളൂ, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025. ഇതിൽ പ്രകാരം തമിഴ് പുലികളെ, അതായത് തമിഴ് പുലികളല്ല, തമിഴ് വംശജരായിട്ടുള്ള ശ്രീലങ്കൻ തമിഴരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈ ആക്ട് ശ്രദ്ധാപൂർവം ഒരു മുന്നേറ്റം നടത്തിയെന്നാണ് ഹിന്ദുവിന്റെ ഈ ഓപ്പൺ എഡിറ്റോറിയലിൽ പറയുന്നത്. ഓക്കെ, സോ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. 2019 സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് പ്രക്ഷോഭം ഡൽഹിയിലും നമ്മളുടെ പല സ്ഥലങ്ങളിലും ആ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മൗനം പാലിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എന്ത്? നമ്മളുടെ ഈ തമിഴ് ശ്രീലങ്കൻ തമിഴരുടെ കാര്യം. പക്ഷേ ഈ ഒരു ആക്ടില് എന്ത് ചെയ്തു? തമിഴർക്ക്, അതായത് ഇമിഗ്രന്റ് ആയിട്ട് ഇന്ത്യയിൽ 2015 മുന്നേ വന്നിട്ടുള്ള തമിഴർക്ക് ഇവിടെ തന്നെ തുടരാം, അവർക്ക് തിരിച്ചു പോകണമെന്നില്ല. സോ അവര് ഇമിഗ്രന്റ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ തുടരുക, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളായിട്ട് അവർക്ക് വിസ, പെർട്ടിക്കുലർലി വിസ വേണ്ട, അവര് ഇല്ലീഗലി ഇങ്ങടേക്ക് വന്നിട്ടുള്ളവരായിട്ട് നമ്മൾ ഇനി കണക്കാക്കില്ല.
മനസ്സിലായോ? ഇനി അവരുടെ മൈഗ്രന്റ് സ്റ്റാറ്റസ് മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ചോദ്യം. സോ കുറച്ചും കൂടി വൈഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡർ ആയിട്ട് നമ്മളുടെ സിസ്റ്റം സോ സോ കുറച്ചും കൂടി വൈഡർ ആയിട്ട് നമ്മൾ സിസ്റ്റം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് നമ്മളുടെ ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായാലും ഈ ഒരു ആർട്ടിക്കിൾ ഈ ഒരു ആക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എനിക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഡൈനാമിക്സ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരുന്നു? ഇത് എക്കണോമിക്സിലെ ടോപ്പിക്കാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരുന്നു? നമുക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകളിലേക്ക് നമ്മളുടെ മൈഗ്രേഷനെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് പുഷ് ഫാക്ടർ ആണ്. എന്താ ഫാക്ടറാണ്? ഒന്ന് പുഷ് ഫാക്ടർ, ചില കാരണങ്ങൾ കൊണ്ട് തള്ളുന്നു അല്ലെങ്കിൽ അവിടെ കമ്പല് ചെയ്യപ്പെടുന്നു. അൺഎംപ്ലോയ്മെന്റ്, പ്രൊഡക്ടിവിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ റിലീജിയസ് ടെററിസം, അല്ലെങ്കിൽ സെക്യുലറിസം ഇല്ലായ്മ, ദെൻ മൈനോറിറ്റി ഡിസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവിടത്തെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നു? പുറത്തേക്ക് ആളുകൾ പോകുന്നു. അതിനെയാണ് പുഷ് ഫാക്ടർ. ഒരാൾ തള്ളുന്നു, പുറകിൽ നിന്ന് ഒരാൾ തള്ളുന്നു, അതിനെയാണ് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ പുൾ ഫാക്ടർ, മറ്റൊരു രാജ്യം നമ്മളെ വലിക്കുന്നു അല്ലെങ്കിൽ ആകർഷിക്കുന്നു. സോ അതിനെയാണ് പുൾ ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ബെറ്റർ എംപ്ലോയ്മെന്റ്, ഹയർ വേജസ്, ഇംപ്രൂവ്ഡ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് വേറെ എന്താണ് ഇംപ്രൂവ്ഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്പോ കാനഡയിലേക്കും ജർമ്മനിയിലേക്കും ആളുകൾ പോകാനായിട്ടുള്ള കാരണം എന്താണ്? ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇവിടത്തേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ലിവിങ് എൻവിറോൺമെന്റ് കിട്ടുന്നു. അതെല്ലാം എന്ത് ഫാക്ടേഴ്സ് ആണ്? അതെല്ലാം പുൾ ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് പുറത്തേക്ക് ആളുകൾ ജോലി തേടി പോകുന്നതിന് എന്ത് പറയും? നമ്മൾ പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയും. അങ്ങനെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് കാരണം എന്ത് വരും? മൈഗ്രേഷൻ വരും. മൈഗ്രേഷൻ രണ്ട് രീതിയിലുണ്ട്. ഇന്റേണൽ മൈഗ്രേഷനും ഉണ്ട്, എക്സ്റ്റേണൽ മൈഗ്രേഷനും ഉണ്ട്. ഓക്കെ, പുറത്തുനിന്ന്, അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്നതിനെയാണ് എക്സ്റ്റേണൽ ഇമിഗ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യക്ക് അകത്ത് നിന്ന് ഫോർ എക്സാമ്പിൾ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ജോലിക്ക് വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നു. അതിനെ ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, സോ മനസ്സിലായല്ലോ. അതിന് പുഷ് ഫാക്ടേഴ്സും പുൾ ഫാക്ടേഴ്സും ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇമിഗ്രൻസിനെ ബേസ് ചെയ്യുന്ന നിയമം ഏതാണ്? പണ്ട് പാസ്പോർട്ട് ആക്ട് ഉണ്ടായിരുന്നു. ദെൻ എമിഗ്രേഷൻ ലോസ് ഒരുപാട് ഉണ്ടായിരുന്നു. 46-ലെയും 36-ലെയും നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇതെല്ലാം നമ്മൾ റിപ്പീൽ ചെയ്തിട്ട് നമ്മൾ ഒരൊറ്റ ആക്ട്, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 എന്ന് പറയുന്ന ഒരു ആക്ടിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട്, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സോണിയാജി ഓപ്പൺ എഡിറ്റോറിയലിൽ ഇതേ പൊസിഷനിൽ തന്നെ ഈ ഒരു പ്രൊജക്ടിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ ഈ ഷ്രമ്പൻ കമ്മ്യൂണിറ്റീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും എല്ലാം സോണിയാജി വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയുണ്ടായി. സോ അതിന് എതിരെ അല്ലെങ്കിൽ അതിന് സർക്കാരിന്റെ ഒരു വെർഷൻ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മളുടെ നിക്കോബാർ പ്രൊജക്ടിന്റെ സർക്കാരിന്റെ ഒരു വെർഷൻ കൊടുക്കുന്ന ആർട്ടിക്കിളാണ് നമ്മളുടെ എൻവിറോൺമെന്റ് മിനിസ്റ്റർ എഴുതിയിരിക്കുന്നത്, ഉബൈദർ യാദവ് എഴുതിയിരിക്കുന്ന ഈ ആർട്ടിക്കിൾ. ഓക്കെ, സോ ഇദ്ദേഹം ഇതിനെ ഈ ഒരു പ്രൊജക്ടിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇതിന്റെ ഒരു മാസീവ് സ്ട്രക്ചറിനെ ഇദ്ദേഹം എടുത്തു കാണിച്ചിട്ടുണ്ട്. സോ ഈ പ്രൊജക്ട് എന്താണെന്ന് ഇത് വായിച്ചു കഴിയുമ്പോൾ, ഇതിന്റെ ആദ്യത്തെ പാരാഗ്രാഫ് അല്ലെങ്കിൽ ആദ്യത്തെ ഡയമെൻഷൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഇതിന്റെ ഡയമെൻഷൻ ആണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്താണെന്ന് ഇദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. ദെൻ ഇത് എങ്ങനെയാണ് എൻവിറോൺമെന്റിനെ ബാധിക്കുന്നത്, എൻവിറോൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ബാധിക്കുന്നത്. സോ ഈ 3 ഫാക്ടറാണ് നമ്മളും ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഉദ്ദേശം? പ്രൊജക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 മെയിൻ പ്രൊജക്ടുകളാണ്. ഏകദേശം 168 സ്ക്വയർ കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി ഒരു 40,000-42,000 ഏക്കറിലാണ് 40,000-42,000 ഏക്കറിലാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത്. ഓക്കെ, 168-169 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു
പ്രൊജക്ടിന്റെ 166 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഒരു പ്രൊജക്ടിന്റെ വിസ്തീർണം വരുന്നത്. ഓക്കെ, സോ 166 വിസ്തീർണം അല്ലെങ്കിൽ 166 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മൊത്തം സ്ക്വയർ കിലോമീറ്റർ എത്രയാണ്? കേരളത്തിന്റെ ഏരിയ എത്രയാണ്? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. 38,663 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിന്റെ എത്രയും തുച്ഛമാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 166 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള ഭൂമിയുടെ അളവ്. ഓക്കെ, ദെൻ മേജർലി നമ്മളൊരു ട്രാൻസ്ഷിപ്മെന്റ് എന്താണ് കണ്ടെയ്നർ ടെർമിനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നിക്കോബാർ ഐലൻഡിൽ. അതായത് നമ്മൾ വിഴിഞ്ഞം പോർട്ട് പോലെ ഒരു ട്രാൻസ്ഷിപ്മെന്റ്. എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു കപ്പൽ അവിടെ വരികയും കപ്പല് നമ്മളുടെ തീരത്തേക്ക് വരികയും അവിടെ വെച്ച് ചരക്ക് കൈമാറ്റം ചെയ്യും. ചരക്ക് അവിടേക്ക് ഇറക്കി കൊണ്ടുപോവുകയല്ല, മറ്റ് കപ്പലുകളിലേക്ക്. ഫോർ എക്സാമ്പിൾ USA-യിൽ നിന്നൊരു കപ്പല് ഈ നിക്കോബാർ ഐലൻഡിലേക്ക് വരികയാണ്. അവിടത്തെ ട്രാൻസ്ഷിപ്മെന്റ് ചെയ്തിട്ട് അവിടെ ഇറക്കുന്നത് അവിടെ ഉപയോഗിച്ച് തീർക്കാനായിട്ടല്ല, പകരം മറ്റ് പല രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ASEAN രാജ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ടാവും. ഈ കൺട്രീസിലേക്കെല്ലാം എന്ത് ഷെയർ ചെയ്യാനായിട്ട്? ഈ ഗുഡ്സ് കൈമാറ്റം ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകളാണ് നമ്മൾ അവിടെ ബിൽഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മളുടെ ഒരു ന്യൂ എയർപോർട്ട്, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ എന്താണ്? ഒരു ഹൈബ്രിഡ് ഗ്യാസ് ആൻഡ് സോളാർ ബേസ്ഡ് പവർ ജനറേഷൻ സെന്റർ, അതായത് ഒരു പവർ പ്ലാന്റ് 450 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ പ്ലാന്റ്. അത് ഗ്യാസും സോളാറും, സോ റിന്യൂവബിൾ ആണ്. ദെൻ എന്താണ്? കൺവെൻഷണൽ എനർജിയും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്യാസ് പവർ പ്ലാന്റ് നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ദെൻ ഒരു ടൗൺഷിപ്പ്, ഒരു മൊത്തമായിട്ടൊരു ടൗൺഷിപ്പ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. സോ മേജർ ഇമ്പോർട്ടന്റ്, അവിടെ ഒരു തുറമുഖം വരാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു പോർട്ട് വരാൻ പോകുന്നു, അവിടെ ഒരു പവർ പ്ലാന്റ് വരാനായിട്ട് പോകുന്നു. ഇതിനെല്ലാം കൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലം 166 സ്ക്വയർ കിലോമീറ്റർ ആണ്. സോ പ്രൊജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ? ആൻഡമാൻ നിക്കോബാർ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ? സംശയങ്ങളൊന്നുമില്ലല്ലോ? ഐലൻഡുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐലൻഡിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ കൃത്യമായിട്ടില്ല. നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നു. ലക്ഷദ്വീപിനെ നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? മാൽദീവ്സുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് മാൽദീവ്സിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഇത്രയും സമ്പന്നമായ മാൽദീവ്സിനോട് അതേ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ചെയ്തിരിക്കുന്ന ലക്ഷദ്വീപ് ഉണ്ടല്ലോ. പക്ഷേ നമ്മളുടെ ഐലൻഡുകളുടെ എല്ലാം പ്രശ്നം, ഫോർ എക്സാമ്പിൾ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപിന്റെയും ആൻഡമാനിന്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകൾ അധികമില്ല. മാൽദീവ്സ് നോക്കുകയാണെങ്കിൽ ഹൈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള ഹൈ ഇൻഡസ്ട്രീസ്, അവിടെ വമ്പൻ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു പകുതിയോളം ഇൻവെസ്റ്റ്മെന്റ് പോലും നമ്മുടെ ലക്ഷദ്വീപിൽ നടന്നിട്ടില്ല. മനസ്സിലായി? അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. സോ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ബാരിയേഴ്സ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിക്കോബാർ ഐലൻഡുകളെ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് നമ്മളൊരു തുറമുഖവും ദെനെന്തും എയർപോർട്ടും ഒരു ടൗൺഷിപ്പും എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് അലീഡ് സെക്ടേഴ്സ് വളർന്നുകൊള്ളും. സോ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ഈ ഒരു 166 സ്ക്വയർ കിലോമീറ്ററിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ട്രൈബൽസ് ആണ്. നേറ്റീവ് ആയിട്ടുള്ള നിക്കോബാറീസ് കമ്മ്യൂണിറ്റിയും ഷോംപെൻ ട്രൈബൽ ഗ്രൂപ്പും ഇവിടെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ഏരിയയാണ്. രണ്ടാമത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ലാൻഡ് ആണ്. 130 സ്ക്വയർ കിലോമീറ്ററും ഫോറസ്റ്റ് ലാൻഡ് ആണ്. അത് മറ്റൊരു പ്രോബ്ലം. സോ ഒരു എൻവിറോൺമെന്റൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യോളജിക്കൽ പ്രോബ്ലവും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? സോ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായിട്ടുള്ള ഹർദീപ് പുരി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 പ്രോബ്ലത്തെയും നമ്മൾ കൃത്യമായിട്ടാണ് ഐഡന്റിഫൈ അല്ലെങ്കിൽ അസസ് ചെയ്തിരിക്കുന്നത്. എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന് വേണ്ടി നമുക്ക് എൻവിറോൺമെന്റൽ പ്രോബ്ലം ആദ്യം എടുക്കാം. എൻവിറോൺമെന്റൽ പ്രോബ്ലം 130 സ്ക്വയർ കിലോമീറ്ററും കാടാണ്. ഈ കാടുകൾ വെട്ടിത്തെളിക്കേണ്ടി വരും.
കാടുകൾ വെട്ടിത്തെളിക്കേണ്ടി വരും. 18 ലക്ഷത്തോളം മരങ്ങൾ വെട്ടിനിരത്തേണ്ടി വരും. അല്ലെങ്കിൽ ട്രീസ് അഫക്ട് ചെയ്തിരിക്കുന്നത് 18 ലക്ഷത്തോളം മരങ്ങളെയാണ്. ദെൻ ഈ പ്രദേശത്തെ 1/3 വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫുകൾക്കും ഇത് പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ ഇതിനെല്ലാം ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? നമ്മൾ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം 81 കോടി രൂപ നമ്മൾ ചിലവഴിച്ചു. അതായത് അനുബന്ധ ഫീൽഡുകളിൽ ഇപ്പോ സുവോളജിക്കൽ ഇന്ത്യ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഈ സർവേസുകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ 81 കോടിയോളം രൂപ നമ്മൾ അവിടെ ചെലവഴിച്ചു. ദെൻ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ നടത്തി. എന്താണ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്? 1994 മുതൽ നമ്മൾ ലീഗലൈസ് ചെയ്തൊരു കാര്യമാണ്. ഒരു പുതിയ പ്രൊജക്ട് നടക്കുന്നതിന് മുൻപേ, ഒരു ഹ്യൂജ് പ്രൊജക്ട് നടത്തുന്നതിന് മുൻപേ അവിടുത്തെ എൻവിറോൺമെന്റിന് ഉണ്ടാകുന്ന ഇമ്പാക്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, 1972 മുതലും 78 മുതലൊക്കെ ഇത് നിലവിലുണ്ട്. പക്ഷേ ഇതിനെ ലീഗലൈസ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയാണ് 1994 തുടങ്ങിയത്. ദെൻ 2006 ആയപ്പോഴേക്കും നമ്മൾ ഇതിനെ ഒന്ന് വിപുലീകരിച്ചു. 2006 ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. എൻവിറോൺമെന്റ് ഇമ്പാക്ട്സ് അസസ്മെന്റിലേക്ക് നമുക്ക് വരാം. സോ എൻവിറോൺമെന്റൽ ഇമ്പാക്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തി. ദെൻ അതില് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തി. കാരണം എന്താണ്? കാരണം ഫോറസ്റ്റ് ലാൻഡുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോറസ്റ്റ് ലാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹരിയാന പോലുള്ള പ്രദേശങ്ങളിൽ കോമ്പൻസേറ്ററി ഫോറസ്റ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ത് നടത്തുന്നുണ്ട്? കോമ്പൻസേറ്ററി ഫോറസ്റ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. വേറെ എന്താ നടത്തുന്നത്? നമ്മൾ ഇത് കൂടാണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻവിറോൺമെന്റിന് പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ. ഓക്കെ, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ. ദെൻ ഗ്രീൻ ഏരിയ റിറ്റൻഷൻ, അതായത് ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് ഗ്രീൻ കോറിഡോറുകളും വൈൽഡ് ലൈഫ് കോറിഡോറുകളും എല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ നമ്മൾ എവിടെയാണ് നടത്തുന്നത്? ഹരിയാനയിലാണ് നടത്തുന്നത്. എത്രയാണ്? 97.30 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എത്രയാണ് എടുക്കുന്നത്? 131 എത്രയാണ് ഫോറസ്റ്റ് ലാൻഡ്, സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് ലാൻഡ് ആണ് നമ്മൾ എവിടെ എടുക്കുന്നത്? ആൻഡമാനിൽ എടുക്കുന്നത്. അപ്പൊ അതിലൊരു അന്തരമില്ലേ? അന്തരമുണ്ടോ? സോ എൻവിറോൺമെന്റ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഈ 130 എന്ന് പറയുന്നത് ടോട്ടലി ഫോറസ്റ്റ് ലാൻഡ് അല്ല, ഇതില് റവന്യൂ ലാൻഡും ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഈ 97 എന്ന് കണക്ക് വരുന്നതിന് മുൻപേ ഒരു 90 ഏക്കറുകൾ മാത്രമാണ് എന്തായിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ. 88-90 സ്ക്വയർ കിലോമീറ്ററുകൾ മാത്രമാണ് ടോട്ടലി ഫോറസ്റ്റ് ലാൻഡ് നമ്മൾ ഗ്രാബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അഫോറസ്റ്റേഷൻ വെക്കുമ്പോൾ ഒരു 6 സ്ക്വയർ കിലോമീറ്റർ 7 സ്ക്വയർ കിലോമീറ്റർ കൂടുതൽ ആ ഫോറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ആരുടെ വാദം? എൻവിറോൺമെന്റൽ മിനിസ്ട്രിയുടെ വാദം. എൻവിറോൺമെന്റൽ മിനിസ്ട്രിയുടെ വാദം മാത്രമാണ്. എത്രത്തോളം ക്രിറ്റിക്കാലിറ്റി ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഓക്കെ, സോ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ആണ് ഒന്നാമത് ചെയ്യുന്ന കാര്യം. ദെൻ ഗ്രീൻ ഏരിയ റിറ്റൻഷൻ, ദെൻ വൈൽഡ് ലൈഫ് കോറിഡോറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രൈബൽ സേഫ് ഗാർഡ്സ്. ട്രൈബൽ സേഫ് ഗാർഡിന് ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ. എന്താണ്? ട്രൈബൽസിനെ അവിടെ നിന്ന് മാറ്റില്ല. ഒരു ട്രൈബലിനെയും ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രൊജക്ട് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സീറോ ഡിസ്പ്ലേസ്മെന്റ് പോളിസി. ദെൻ 2005 നമുക്കൊരു ഷോംപെൻ പോളിസി ഉണ്ട്. സോ ഈ ഷോംപെൻ പോളിസി പ്രകാരം ഈ ഷോംപെൻ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെയുള്ള ആളുകളായിട്ട് കൂടിയാലോചിക്കണം. ദെൻ എന്താണ്? അവിടെയുള്ള അവരുടെ കാട്ടുമൂപ്പന്മാരുണ്ടാവും. ദെൻ അവരുടെ അതോറിറ്റി ഉണ്ടാവും, അവരായിട്ട് അംഗീകരിക്കും, അവരുടെ കൗൺസിലുകളിൽ ചർച്ച ചെയ്യും. ഇതെല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മളുടെ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയുള്ളൂ. ദെൻ ലാൻഡ് കോമ്പൻസേഷൻ. ട്രൈബൽ ലാൻഡ് ഉണ്ടല്ലോ നമുക്ക്, വിച്ച് മീൻസ് നമ്മളുടെ ഫോറസ്റ്റ് ലാൻഡ് അല്ലാണ്ട് ട്രൈബൽ ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ലാൻഡുകൾ ഉണ്ടല്ലോ. ഈ ലാൻഡുകളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള കോമ്പൻസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടേ? ട്രൈബൽസിന് ട്രൈബലിന്റെ ലാൻഡ് അവർ എടുക്കുമ്പോൾ അതിനുള്ള കോമ്പൻസേഷൻ നമ്മൾ എടുക്കണ്ടേ? അതിനുള്ള ഫാക്ടുകളും അല്ലെങ്കിൽ അതിനുള്ള ഏരിയാസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? സോ 2 കാര്യങ്ങളിൽ നമ്മൾ കൃത്യത വരുത്തി, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ മിനിസ്ട്രി കൃത്യത വരുത്തി. ഒന്ന്, നമ്മളുടെ
എൻവിറോൺമെന്റൽ പ്രോബ്ലം ആയിരുന്നു. എൻവിറോൺമെന്റൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയ തുകയൊക്കെ എടുത്ത് കാണിച്ചു. ദെൻ ട്രൈബൽസിന് വേണ്ടിയിട്ട് ഒരു ട്രൈബൽസിനെയും ഷോമ്പൻസിനെ ആയാലും നിക്കോബാറീസിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അവിടെ നിന്ന് തുരത്തി ഓടിക്കില്ല. ഓക്കെ, ദെൻ വേറെ എന്താണ്, ദെൻ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്. ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിടൈം സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുക, എക്കോണമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ഇൻഡോ പസഫിക്കിൽ നമ്മൾ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആകാനായിട്ട് സോ എന്താണ് ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം? ഒന്ന് മാരിടൈം സെക്യൂരിറ്റി ആണ്, ദെൻ എക്കോണമിക് ഗ്രോത്ത് ആണ്, ഇൻഡോ പസഫിക്കിലുള്ള ഒരു ഡൊമിനൻസ് ആണ്. എവിടെ വെച്ച് കട്ടായി പോയി എന്ന് തോന്നുന്നു, ഞാനൊന്ന് വീണ്ടും പറയുകയാണ്. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഓക്കെ, ദെൻ കൃത്യമായിട്ട് മനസ്സിലായല്ലോ നമ്മളുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. സോ എങ്ങനെയാണ് ഈ പ്രൊജക്ട് വിഭാവനം ചെയ്യുന്നത്? ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്. മൊത്തം 1667 സ്ക്വയർ കിലോമീറ്ററിലും പ്രവർത്തനമൊന്നും നടത്തില്ല. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ 3 സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നടക്കുന്നത്. ദെൻ 4 പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റുകളാണ് അവിടെ പ്രധാനം വരുന്നത്. ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ, ദെൻ അക്കോമഡേഷനിൽ, ദെൻ ടൂറിസത്തിൽ, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളിൽ ഈ ടൗൺഷിപ്പിൽ വികാസം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, മേജർ പ്രോബ്ലങ്ങൾ, ഒന്ന് ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലവും, 2 അഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ എക്കോളജി റിലേറ്റഡ് ആയിട്ട്, എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. സോ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് ചില സയന്റിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള പ്രമുഖ സയന്റിസ്റ്റുകൾ ഈ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഒന്നും ചെയ്യരുത്. കാരണം ഒരു സ്ഥലത്തെ ഒരു 130ഓളം എൻവിറോൺമെന്റ് ഏരിയ ഡിസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാനമായിട്ട് അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പല സയന്റിസ്റ്റുകളും പറയുന്നത്. ദെൻ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ഞാൻ ഒരു കാര്യം ഇവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്? അതായത് നമ്മളുടെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഉണ്ടല്ലോ, 1972 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ഹ്യൂമൻ എൻവിറോൺമെന്റ്. ആ കാലഘട്ടങ്ങളിൽ തുടങ്ങി അപ്രൂവ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. നിങ്ങളൊരു പുതിയ പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ അതിന് എൻവിറോൺമെന്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ എൻവിറോൺമെന്റിനെ അതെങ്ങനെ ബാധിക്കുന്നു, പോസിറ്റീവിലും നെഗറ്റീവിലും ബാധിക്കാം, അതെങ്ങനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പഠനമാണ് ഈ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അത് ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ് ആയിരുന്നു ഒരു 1980 മുതൽ 1990 കാലഘട്ടങ്ങളിൽ വരെ. ദെൻ 1994 ആയപ്പോഴേക്കും നമ്മൾ ഇതിനെ, ഈ ഒരു ബ്യൂറോക്രാറ്റിക് പ്രോസസ്സിനെ എന്ത് ചെയ്തു? ലീഗലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ പ്ലേസ് ചെയ്തു. സോ 1986 എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതൊരു മേജർ പ്രൊജക്ടുകൾ നടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യണം. എൻവിറോൺമെന്റിൽ നിന്ന് വരുന്ന ഇമ്പാക്ട്, എൻവിറോൺമെന്റിന് ഉണ്ടാകുന്ന ഇമ്പാക്ട് നമ്മൾ അസസ് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞു. 1994 ഏത് ആക്ടിന്റെ കീഴില്? നമ്മളുടെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, നമ്മളുടെ എന്താണ്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ദുരന്തങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ നമ്മൾ കൊണ്ടുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്ത് പ്രപ്പോസ് ചെയ്ത ഏത് ആക്ട്? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം. ഓക്കെ, സോ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് 1994 വന്നു. 2006 ആയപ്പോഴേക്കും 2006 ഈ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ വിഷനെ അല്ലെങ്കിൽ ഏരിയയെ നമ്മളൊന്ന് വൈഡൻ ചെയ്തു. ഓക്കെ, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഏരിയയെ നമ്മളൊന്ന് വൈഡൻ ചെയ്തു. അതിലെന്താ ചെയ്തേ? അതില് നമ്മള് 2 ഗ്രൂപ്പുകളായിട്ട്, കാറ്റഗറി എയും കാറ്റഗറി ബി എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളായിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തു. എന്നിട്ട് മാൻഡേറ്ററി എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് വേണ്ടതും മാൻഡേറ്ററി അല്ലാത്തതും, മാൻഡേറ്ററി ആണ് പക്ഷേ റെഗുലേഷൻസ് കുറവാണ്, കൂടുതലായിട്ടുള്ള റെഗുലേഷനുകൾ ഇല്ലാത്തതിനെ അങ്ങനെ 2 കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തി. മനസ്സിലായോ? സോ ഇതിനെ ഒരു ബ്യൂറോക്രാറ്റിക് പ്രോസസ് ആയിരുന്നു 1970-80 കാലഘട്ടങ്ങളിൽ. അതിനെ ഒരു ലീഗൽ ഫോർമാറ്റ് ആക്കി എൻവിറോൺമെന്റിന്റെ ഇമ്പാക്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു പുതിയ പ്രൊജക്റ്റും ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും സ്റ്റഡി ചെയ്യുന്നത്? ഒരു ഗവൺമെന്റ് എംപ്ലോയി അവിടെ പോയിട്ട് സ്റ്റഡി ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. പകരം
നമ്മളുടെ NGOസിന്റെ സഹായം തേടും. ദെൻ അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ കേൾക്കും, ഗ്രാമസഭകളെ കേൾക്കും. അങ്ങനെ ഡിഫറന്റ് ആംഗിളുകളിലുള്ള ഒരു പഠനമായിരിക്കും ഈ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. എൻവിറോൺമെന്റ് മാത്രമല്ല, എക്കോളജി, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, സോ നമ്മളുടെ മാധവ് ഗഡ്ഗിലൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട്, കേരളത്തിന്റെ വെസ്റ്റേൺ ഘട്ടിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കി മാധവ് ഗഡ്ഗിൽ. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ പ്രപ്പോസ് ചെയ്തതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഓക്കെ, സോ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഗവൺമെന്റ് കണ്ടംപ്ലേറ്റ് റേസിംഗ് സിവിൽ ബോർഡർ ഗാർഡ്സ് എലോങ് ചൈന ബോർഡർ. അതായത് നമ്മളുടെ ഈ ബോർഡർ ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെയുള്ള സിവിലിയൻസിനെ പട്ടാളക്കാർ പരിശീലിപ്പിക്കുകയും അവർക്ക് ചില അഡ്വാൻറ്റേജുകൾ കൊടുക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സ്ഥലം അവര് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാശ്മീർ ഏരിയയിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെയുള്ള ആളുകളെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കും. അവിടെയുള്ള വില്ലേജേഴ്സിനെ, അവിടെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ, അല്ലെങ്കിൽ നമ്മളുടെ ആർമിയുമായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ സെൽഫ് ഡിഫൻസും അല്ലെങ്കിൽ ബോർഡർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇന്ത്യയുടെ ബോർഡേഴ്സിൽ എന്ത് ചെയ്യുന്ന, ബോർഡേഴ്സിൽ സിവിലിയൻസ് കമ്മ്യൂണിറ്റിയാണ്, ഗവൺമെന്റിന് വേണ്ടിയിട്ട്, ആർമിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സിവിലിയൻ കമ്മ്യൂണിറ്റിയാണ് ബോർഡർ വിങ് ഹോം ഗാർഡ്സ്. ഓക്കെ, പ്രധാനമായിട്ടും ഇപ്പൊ രാജസ്ഥാൻ ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ബോർഡർ വിങ് ഹോം ഗാർഡുകളെ നമ്മൾ വിട്ടിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊണ്ടുവിടാനായിട്ട്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ സാധാരണ ജനങ്ങളിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവര് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തട്ടെ എന്നുള്ളതാണ് ഇതിനു പിന്നിലുള്ള ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ഇടയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? ഉണ്ട്. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ്, CPO, നമ്മളുടെ കുട്ടൻപിള്ള കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പഴയ കോൺസ്റ്റബിളിന്റെ പുതിയ പേരെന്താണ്? കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് എന്നുള്ള പേര് വന്നേ? കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് നമ്മളുടെ അടുക്കളിൽ നിന്ന്, നമ്മളുടെ ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരാളാണ്. അല്ലാണ്ട് IPS ഉദ്യോഗത്തിനെ പോലെ ഒരു ഓൾ ഇന്ത്യ സർവീസ് വാങ്ങിച്ചു വരുന്ന ആളാണോ ഈ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ? ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഇടയിൽ നിന്ന് സർക്കാർ തിരഞ്ഞെടുത്ത ആളുകളാണ് ഈ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ആയിട്ട് വരുന്നത്. സോ അതിന്റെ ഒരു റെപ്ലിക്കേഷൻ അല്ലാട്ടോ ഈ നമ്മളുടെ ബോർഡർ വിങ് ഹോം ഗാർഡ്സ്. ബോർഡർ വിങ് ഹോം ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി ആർമി അവിടെ ഉണ്ടാവും, BSF ജവാന്മാരുണ്ടാവും. പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ പെർട്ടിക്കുലർലി ഹെൽപ്പ് ചെയ്യുമൊന്നും വേണ്ട, അവരുടെ ബോർഡറുകളിൽ ഒരു വിജിലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവര് സെൽഫ് ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിവിലിയനിന്റെ ഒരു വിങ് ആണ് ഈ ബോർഡർ വിങ് ഹോം ഗാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു ചെറിയ ടോപ്പിക്കാണ്. എനിക്ക് ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട മറ്റൊരു കാര്യം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, സോ ബോർഡർ റോഡ് ഓർഗനൈസേഷനുമായിട്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ന്യൂസുമായിട്ട് ഞാൻ അലൈൻ ചെയ്യുകയാണ് ഈ ഒരു ഡിസ്കഷൻ. സോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? പ്രധാനമായിട്ടും ബോർഡർ ഏരിയയിലെ റോഡുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. സോ എന്നാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? 1960 കാലഘട്ടങ്ങളിൽ മുതൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും വിപുലമായിട്ട് നടന്നത് 2014 ശേഷം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നമ്മൾ അധികം വാർത്തയിൽ കേട്ടിട്ടില്ല അതിന് മുന്നേക്ക്. പക്ഷേ ഹൈ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളുടെ ബോർഡർ ഏരിയയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മളുടെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. സോ 2014 ഇംപ്ലിമെന്റ് ചെയ്ത ഓർഗനൈസേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. പകരം 1960 ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ ബോർഡേഴ്സിൽ മാത്രമാണോ ഇത് പ്രവർത്തിക്കുക? ലാൻഡ് ബോർഡേഴ്സിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുക? അല്ല, കരാതിർത്തിയിലും എന്താണ് വെള്ളത്തിന്റെ അതിർത്തിയിലും, അതായത് ലാൻഡ് ബോർഡേഴ്സിലും സീ ബോർഡേഴ്സിലും കടൽ അതിർത്തികളിലും ഇത് പ്രവർത്തിക്കുന്നു. ഓക്കെ, സോ ഒരു 19 സ്റ്റേറ്റുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്?
അക്രോസ് ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ദെൻ 3 യൂണിയൻ ടെറിട്ടറിയിലേക്കും 5 കൺട്രീസിലേക്ക്, 5 കൺട്രീസ് നിങ്ങൾ നോക്കി ഇവിടെ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ, തജിക്കിസ്ഥാൻ, ശ്രീലങ്ക, അങ്ങനെ ഡിഫറെന്റ് കൺട്രീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സോ ബിഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അടൽ ടണലാണ്. ഏതാണ്? അടൽ ടണലാണ്. നമ്മൾ പല തുരങ്കങ്ങളും തുരങ്കപാതകളും ദെൻ ഹൈ എലിവേറ്റഡ് റോഡ് സ്ട്രക്ചറുകളെല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടുള്ള മിടുക്കന്മാരാണ് ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനുള്ള 1960 മുതൽ പ്രാവർത്തികമായ അല്ലെങ്കിൽ നിയമിതമായ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ ഉള്ളത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആരാണ്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡിഫൻസ് മിനിസ്റ്റർ, അത് പ്രധാനമായിട്ടും ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ആയിരിക്കും എന്നൊക്കെ സംശയം വരും. അല്ല, പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഡയറക്ഷനിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. സോ കമാൻഡ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഏറ്റവും ടോപ്പ്. നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ബോർഡിൽ നിലകൊള്ളുന്നത് പോലെ തന്നെ എൻവിറോൺമെന്റ് മിനിസ്റ്റർ ആണ് നമുക്ക് തോന്നും, പക്ഷെ അല്ല, പ്രൈം മിനിസ്റ്റർ ആണ്. സോ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും അപെക്സ് ബോഡി ആരാണ്, അല്ലെങ്കിൽ നേരിട്ട് ഭരിക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ ഡിഫൻസ് മിനിസ്റ്റർ ഡെപ്യൂട്ടി ചെയർമാൻ. ഓക്കെ, ദെൻ ആർമി എഞ്ചിനീയേഴ്സും ആർമി ചീഫ്സും ആണ് പ്രധാനമായിട്ടും അവിടെയും ഉണ്ടാവുക. ഓക്കെ, സോ എന്തായിരുന്നു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ബോർഡർ വിങ് ഹോം ഗാർഡ്സിനെ സംബന്ധിച്ചിട്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കി. സിവിലിയൻസിന്റെ ഒരു കൂട്ടമാണ്. അവര് എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ആർമി ഉദ്യോഗസ്ഥരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, ദെൻ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്. ദെൻ നമ്മൾ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നോക്കി. ഓക്കെ, സോ രണ്ടും ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻ ഇമ്പോർട്ടന്റ് ആണോ? ഇന്ത്യയും മൗറീഷ്യസ് റിലേഷൻ. കഴിഞ്ഞ ഫെബ്രുവരിയിലോ മാർച്ചിലോ മോദിജി മൗറീഷ്യസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ടിട്ടും അന്ന് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ മൗറീഷ്യസ് റിലേഷനിലേക്ക് ഒന്ന് പോകണം. മൗറീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാം. മൗറീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഫ്രിക്കൻ റീജിയന് മീതെ, മഡഗാസ്കറിന്റെ മീതെ കിടക്കുന്ന ഒരു കുഞ്ഞൻ ഐലൻഡ് കൺട്രിയാണ്. മാപ്പ് നോക്കിയേ, ഇന്ത്യ ഇവിടെ കിടക്കുന്നു. ഇതാരാണ്? ഇത് ലക്ഷദ്വീപാണ്. ഞാൻ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ലക്ഷദ്വീപാണ്. അതിന്റെ താഴെ മാൽദീവ്സ് എന്ന് പറയുന്ന മാൽദീവുകളുടെ ഒരു കൂട്ടമുണ്ട്. അതിന് താഴെ ചാഗോസ് ഐലൻഡ് ഉണ്ട്. ദെൻ സീഷെൽസ് ഉണ്ട്. അതിനും താഴെയാണ് മഡഗാസ്കറിനോട് ചേർന്ന്, അല്ലെങ്കിൽ മഡഗാസ്കറിന്റെ ഈസ്റ്റിലേക്കായിട്ടാണ് മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഐലൻഡ് കൺട്രി കിടക്കുന്നത്. ഓക്കെ, മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഐലൻഡ് കൺട്രി കിടക്കുന്നത്. സോ ലൊക്കേഷൻ ക്ലിയർ ആയല്ലോ. മഡഗാസ്കറിന്റെ ഈസ്റ്റിലായിട്ട്, ഇന്ത്യയുടെ ഏറ്റവും താഴെയായിട്ട്, മാൽദീവ്സിനും സീഷെൽസിനും താഴെയായിട്ടാണ്. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതില്ലേ, അറേഞ്ച് ദ ഫോളോയിങ് ഐലൻഡ്സ് ഇൻ നോർത്ത് ടു സൗത്ത് ഓർഡർ: മാൽദീവ്സ്, ചാഗോസ് ഐലൻഡ്, ദെൻ സീഷെൽസ്, ദെൻ മൗറീഷ്യസ്. ദെൻ ഇവിടെയൊക്കെ മറ്റ് 1-2 ഐലൻഡ് സമൂഹങ്ങൾ കൂടിയിട്ടുണ്ടോ. ബ്രിട്ടീഷ് ഇന്ത്യൻ ഒറിജിൻ ടെറിട്ടറി, BIOT എന്നൊക്കെ പറയുന്ന 1-2 ടെറിട്ടറികൾ കൂടിയിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഏതാണ്? ഫ്രാൻസിന്റെ ഒരു കുഞ്ഞൻ 1-2 ഐലൻഡ് സമൂഹങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. നമ്മളുടെ ഈ ആഫ്രിക്കൻ റീജിയന്റെ മുകളിലായിട്ട് കിടക്കുന്ന 1-2 ഐലൻഡ് സമൂഹങ്ങളിലുണ്ട്. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ പ്രധാനമായിട്ടും ചാഗോസ് ഐലൻഡ് ഉണ്ട്, സീഷെൽസ് ഉണ്ട്, മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ദെൻ ലൊക്കേഷൻ കാണാപ്പാടാവല്ലോ. ലൊക്കേഷൻ മൈൻഡ് മാപ്പിൽ വന്നല്ലോ. നമ്മളപ്പോ മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് താഴേക്ക് നമ്മളൊരു മൈൻഡ് മാപ്പിൽ പോകണം. അതിന് മുകളിൽ സീഷെൽസ് ഉണ്ട്. ദെൻ ചാഗോസ് ഐലൻഡ് ഉണ്ട്. അതിനും മുകളിലായിട്ട് മാൽദീവ്സും, അതിന്റെ മുകളിൽ ലക്ഷദ്വീപും ഉണ്ട്. ഓക്കെ, സോ ലൊക്കേഷൻ മനസ്സിലായി. ദെൻ ഒരു ഇന്റർനാഷണൽ റിലേഷൻ വരുമ്പോൾ 5 സെക്ടറുകളിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ് 5 സെക്ടർ? 1 പൊളിറ്റിക്കൽ റിലേഷൻ, 2 എക്കോണമിക് റിലേഷൻ, 3 സ്ട്രാറ്റജിക് ആൻഡ് ഡിഫൻസ് റിലേഷൻ, 4 ഇതാണ് സോഷ്യോ കൾച്ചറൽ റിലേഷൻ. എന്താണ് സോഷ്യോ കൾച്ചറൽ റിലേഷൻ? അഞ്ചാമത്തത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. അതിനെ 2ആയിട്ട് തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. 1 ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജിയിലുള്ള
ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സോ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ റിലേഷനിൽ വരികയാണെങ്കിൽ പല രാജ്യങ്ങൾ ഭരിച്ചിട്ടുള്ള ഒരു കൺട്രിയാണ് മൗറീഷ്യസ് എന്ന് പറയുന്ന കുഞ്ഞൻ ഐലൻഡ് കൺട്രി. ഓക്കെ, പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ദെൻ ഡച്ചുകാർ കോളനി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം 1968 വരെ ആരാ ഭരിച്ചത്? ബ്രിട്ടീഷുകാരാണ് നമ്മളുടെ ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഭരിക്കുന്നത്. 1968 മൗറീഷ്യസ് സ്വതന്ത്ര റിപ്പബ്ലിക് സ്വതന്ത്രമാകുന്നു. ഓക്കെ, റിപ്പബ്ലിക് ആകുന്നുണ്ടോ ഇതിന് കൃത്യമായിട്ട് അറിയില്ല. സോ സ്വതന്ത്രമാകുന്നത് 1968. 1948 മുതലേ മൗറീഷ്യസ് ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണല്ലോ. കാരണം എന്താ? ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള, ഇന്ത്യയിൽ നിന്ന് അവിടുത്തെ ഷുഗർ പ്ലാന്റേഷനുകളിൽ പണിയെടുക്കാൻ പോയിട്ടുള്ളവരാണ് അവിടുത്തെ 70% ആളുകളും. ഓക്കെ, സോ ആ ഒരു സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട് നമ്മൾ ആദ്യം തന്നെ പഠിച്ചല്ലോ. ഒരു ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് പഠിച്ചല്ലോ. നമ്മൾ വേറൊരു സ്ഥലത്തെ കുറിച്ചിട്ടും ഇതേ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഓർക്കുന്നുണ്ടോ? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും പോപ്പുലേഷനിൽ ഏകദേശം 80 to 90% ആളുകളും ഇന്ത്യക്കാരാണ്. കാരണം എന്താണ്? ഇതേപോലെ പണിയെടുക്കാനായിട്ട് പോയവരാണ് അവിടെയും ഉള്ളത്. മോദിജി മറ്റേ ബ്രിക്സ് ഉച്ചകോടിക്ക് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ കയറിയിട്ടൊന്ന് തല കാണിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. തലസ്ഥാനത്തിന്റെ പേര് എന്താ? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനത്തിന്റെ പേര് പോർട്ട് ഓഫ് സ്പെയിൻ. എന്താണ്? പോർട്ട് ഓഫ് സ്പെയിൻ. സോ മറക്കരുത്. ദെൻ എന്താണ് പൊളിറ്റിക്കൽ റിലേഷൻ? പൊളിറ്റിക്കൽ റിലേഷൻ എന്ന് പറയുമ്പോൾ 1948 മുതൽ നമ്മൾ നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ എൻഹാൻസ്ഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആണ് നമ്മൾ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. എന്താണ് എൻഹാൻസ്ഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്? നിങ്ങൾ ഞങ്ങളുടെ സ്ട്രാറ്റജിക് പാർട്ണർ മാത്രമല്ല, എൻഹാൻസ് കുറച്ചും കൂടി കൂടിയ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. ഓക്കെ, അത് നമ്മളുടെ മോദിജി 2024 ഫെബ്രുവരിയിൽ എന്തോ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പൊസിഷൻ നമ്മൾ അവർക്ക് കൊടുത്തത്. ദെൻ പൊളിറ്റിക്കൽ റിലേഷൻ, പൊളിറ്റിക്കൽ അല്ല, എക്കോണമിക് റിലേഷൻ. എക്കോണമിക് റിലേഷനിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ ഇന്ത്യയുടെ FDIയിൽ ഏറ്റവും കൂടുതൽ ഷെയർ, 25% ഷെയർ വരുന്നത് മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ കൺട്രിയിലാണ്. എന്തുകൊണ്ടാണ് മൗറീഷ്യസിൽ ഇത്രയും കൂടുതൽ ഷെയർ വരുന്നത്? മൗറീഷ്യസ് ഈസ് ആക്ട് ആസ് എ ടാക്സ് ഹേവൻ. ടാക്സ് ഹേവൻ, ഹെവൻ അല്ല, ടാക്സ് ഹേവൻ. ഹേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാക്സ് ഹേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കൺട്രീസും പല കമ്പനീസും ടാക്സുകളിൽ നിന്ന് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ടാക്സ് മൈറ്റിഗേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ മൗറീഷ്യസ് പോലെയുള്ള കുഞ്ഞൻ ഐലൻഡ് കൺട്രികളിൽ പോയിട്ട് അവരുടെ പ്ലേസ് ഓഫ് മാനേജ്മെന്റ് ഉറപ്പിക്കുന്നു. സോ പ്ലേസ് ഓഫ് മാനേജ്മെന്റ് മൗറീഷ്യസ് കൺട്രിയിലാണെങ്കിൽ ടാക്സ് ചെയ്യുന്നത് ഏത് കൺട്രിയിലായിരിക്കും? മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രിയിലായിരിക്കും. സോ മൗറീഷ്യസിന് അത്ര വലിയ ടാക്സുകളില്ല. അപ്പോ ഇവർക്ക് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദെൻ അപ്പൊ എക്കോണമിക് റിലേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളാണ്. ഇന്ത്യയുടെ 25% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും. സോ ഇന്ത്യയിൽ നിന്ന് ഹവാല വഴിയൊക്കെ പോകുന്ന പണം മൗറീഷ്യസിൽ പോവുകയും മൗറീഷ്യസിൽ നിന്ന് വൈറ്റ് മണി ആയിട്ട് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അത് പരസ്യമായൊരു രഹസ്യമാണ്. ഓക്കെ, ദെൻ എക്കോണമിക് പാർട്ണർഷിപ്പ് വന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. സോ ഇങ്ങനെ ഉള്ള ടാക്സേഷനുകൾ, അതായത് മൗറീഷ്യസിൽ ഒരു ടാക്സ്, ഇന്ത്യയിൽ വേറൊരു ടാക്സ്, അത് ലോകത്തൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മൗറീഷ്യസുമായിട്ട് ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചില ചർച്ചകൾ നടത്തി. എന്താണ് ഡബിൾ ടാക്സേഷൻ? രണ്ട് ടാക്സേഷനുകൾ വേണ്ട, നമുക്ക് രണ്ട് കൺട്രീസിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു മിനിമം ടാക്സ് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 15% ടാക്സ്, എക്സാമ്പിൾ പറയാണ് 15% ടാക്സ്. സോ മൗറീഷ്യസിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ മൗറീഷ്യസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് മൗറീഷ്യസിൽ ടാക്സ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ മൗറീഷ്യസിൽ ചിലപ്പോൾ 2% ടാക്സ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ 2% ടാക്സ് അവിടെ കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ 15ന്റെ 2% കുറച്ച് ബാക്കി 13% ടാക്സും ഇന്ത്യയിൽ കൊടുക്കണം. ഇന്ത്യയിൽ ബാക്കി 13% ടാക്സും കൊടുക്കണം. അതിനെയാണ് ഡബിൾ ടാക്സേഷൻ. നിങ്ങൾ രണ്ടോടത്തും ടാക്സ് കൊടുത്തിട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട. പകരം നമ്മളുടെ രണ്ട് കൺട്രീസിനിടയിൽ
ഒരൊറ്റ ടാക്സ് വെക്കും. ഫോർ എക്സാമ്പിൾ 15% ടാക്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഏത് കൺട്രിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാം, പക്ഷേ 15% ലിമിറ്റിൽ നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, സോ മൗറീഷ്യത്തിൽ ഇപ്പോ 14% ടാക്സ് അവർ ഈടാക്കി വിചാരിച്ചു. ബാക്കി 1% നിങ്ങൾ ഇന്ത്യയിൽ അടച്ചാൽ മതി, കുഴപ്പമില്ല. 15% ടോട്ടലി നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. അതിനെയാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമം ടാക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഗ്ലോബൽ മിനിമം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൺട്രീസ് ആയിട്ടല്ല, എല്ലാ ഗ്ലോബലിലുള്ള എല്ലാ കൺട്രീസിനും വേണ്ടിയിട്ടും ഒരു മിനിമം ടാക്സ് ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതെല്ലാം ചർച്ച ചെയ്ത് നടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ എക്കോണമിക് പാർട്ണർഷിപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ പ്രധാനപ്പെട്ട ട്രേഡുകൾ എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ഫാർമസ്യൂട്ടിക്കൽ, കോട്ടൺ ടെക്സ്റ്റൈൽസ്, സിറിൽസ്, ഫുഡ് പ്രൊഡക്ട്സ്. സോ ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പോർട്ടർ ആണ്. ആരിലേക്ക്? മൗറീഷ്യസിലേക്ക്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രിയാണ്, തൊട്ടടുത്ത് കിടക്കുന്ന വലിയ കൺട്രിയാണ്. ദെൻ വേറെ എന്താണ്? ഡിഫൻസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി. മാരിടൈം സെക്യൂരിറ്റിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൈ കടക്കാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാരിടൈം സെക്ടറിലാണ്. കാരണം എവിടെയാ കിടക്കുന്നത്? ഓഷ്യന്റെ തീരത്ത് കിടക്കുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ്. അപ്പോ ഇവിടെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? ഇന്ത്യയുടെ ലക്ഷ്യമാണ്. സോ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഇന്ത്യക്ക് സാധിക്കും. ദെൻ കൾച്ചറൽ റിലേഷൻ. കൾച്ചറൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 70% ഇന്ത്യക്കാരും ആരാണ്? അവിടെയുള്ള 70% പോപ്പുലേഷന്മാരും ഇന്ത്യക്കാരാണ്. ദെൻ ഫിഫ്ത്ത് സെക്ടർ ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പ്. ഡെവലപ്മെന്റ് പാർട്ണർഷിപ്പിലേക്ക് പോകുമ്പോൾ എന്താണ്? അവരുടെ മെട്രോ എക്സ്പ്രസ് സിസ്റ്റം, മൗറീഷ്യത്തിന്റെ സുപ്രീം കോടതി, സോഷ്യൽ ഹൗസിംഗ് ഇനീഷ്യേറ്റീവ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിന്റെ അല്ല, അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് ഇന്ത്യ പണിത് കൊടുത്തതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യ മൗറീഷ്യത്തിന്റെ സുപ്രീം കോടതി കെട്ടിടം പണിത് കൊടുക്കുന്നുണ്ട്. ദെൻ മെട്രോ എക്സ്പ്രസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. വാട്ടർ മാനേജ്മെന്റിനും സോഷ്യൽ ഹൗസിംഗിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതുമാത്രമല്ല, ക്രൈസിസ് റെസ്പോൺസീവില് നമ്മൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. COVID-19 വന്നപ്പോൾ നമ്മൾ വാക്സിൻ മൈത്രി എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. വാക്സിൻ മൈത്രി അയൽപക്കത്തുള്ള രാജ്യങ്ങൾക്കും വാക്സിൻ ലഭ്യമാകണം എന്നുകൊണ്ട് വാക്സിൻ കയറ്റി അയച്ചു കൊടുത്തു. ദെൻ വകാഷിയോ ഓയിൽ സ്പിൽ, നമ്മുടെ എറണാകുളത്ത് ഓഷ്യനിൽ അറേബ്യൻ സീയില് ഓയിൽ സ്പിൽ ഉണ്ടായി. അതേപോലെ മൗറീഷ്യത്തിനടുത്തും ഓയിൽ സ്പിൽ ഉണ്ടായപ്പോൾ അതിനെ കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടും എൻവിറോൺമെന്റൽ ഡിസ്ട്രക്ഷൻസ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്തൊരു കൺട്രിയാണ് ഇന്ത്യ. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ, വിച്ച് മീൻസ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ക്രൈസിസ് കോർപ്പറേഷനും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. Then there is a program called Mahasagar. എന്താണ്? മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ്. മ്യൂച്വൽ ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻ. ഇത് ഒരു ഗ്ലോബൽ സൗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. എന്താണ്? മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻ. ഈ ഏരിയയിലെ മൊത്തം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആൻഡ് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, മഹാസാഗർ എന്ന് പറയുന്ന പ്രോഗ്രാം. സോ സാഗർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 2015. ദെൻ നമ്മൾ 2023 ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് മഹാസാഗർ പ്രോഗ്രാം. സോ ആ ഒരു ഗ്ലോബൽ സൗത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട റെസിപ്പിയന്റും വളരെ ആരാകുന്നുണ്ട്? നമ്മളുടെ ഈ മൗറീഷ്യസ് ആകുന്നുണ്ട്. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഏതില്? നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ റിലേഷനുകളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മഹാസാഗർ പ്രോജക്ട്. ട്രേഡ് ഫോർ ഡെവലപ്മെന്റ്, മ്യൂച്വൽ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, ടെക്നോളജിക്കൽ ഷെയറിംഗ്, ഇതാണ് പ്രധാനപ്പെട്ട ഈ ഏരിയാസ് എന്തിൽ വരുന്നത്? നമ്മുടെ മഹാസാഗർ എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ വരുന്നത്. മനസ്സിലായോ? സോ 5 സെക്ടർ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായോ? സ്പീഡ് കൂടി പോയോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ 5 സെക്ടർ പ്രധാനമായിട്ട് എന്തൊക്കെ സെക്ടറുകളാണ് ഉണ്ടായിരുന്നത്? ഒന്ന് പൊളിറ്റിക്കൽ റിലേഷൻ. പൊളിറ്റിക്കൽ റിലേഷൻ പറഞ്ഞാൽ എൻഹാൻസ്ഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആണ് നമ്മളും അവരും തമ്മിലുള്ളത്. ദെൻ 1948 മുതലേ നല്ല ബന്ധത്തിലാണ് നമ്മൾ മൗറീഷ്യസും തമ്മിലുള്ളത്. എക്കോണമിക് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഡബിൾ ടാക്സേഷൻ, അവോയ്ഡൻസ് എഗ്രിമെന്റ്, 2 കാര്യങ്ങൾ ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. ദെൻ മൂന്നാമത്തെ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൾച്ചറൽ, സോഷ്യോ കൾച്ചറൽ റിലേഷൻ. 70% പോപ്പുലേഷൻ ഇന്ത്യക്കാരാണ്. ഗിർമദിയാസ് എന്ന് പറയും നമ്മള്. എന്താണ്? ഇവിടെ നിന്ന് പുറത്തേക്ക് ബോണ്ടഡ് ലേബേഴ്സിന് വേണ്ടി പോകുന്ന ആളുകൾ. ദെൻ സോഷ്യോ കൾച്ചറൽ റിലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്?
സ്ട്രാറ്റജിക് ആൻഡ് ഡിഫൻസ് പാർട്ണർഷിപ്പ് നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ അവിടുത്തെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട പല പ്രൊജക്ടുകളും നടക്കുന്നുണ്ട്. ടെക്നോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഫീൽഡുകളിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, സുപ്രീം കോടതി, മെട്രോ സ്റ്റേഷനുകൾ, മെട്രോ മൊത്തമായിട്ട് ബിൽഡ് ചെയ്യുന്നു. ദെൻ എന്താണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, ലൈൻ ഓഫ് ക്രെഡിറ്റ്സുകൾ കൊടുക്കുന്നു. ദെൻ വേറെ എന്തൊക്കെയാ കൊടുക്കുന്നത്? വേറെ ക്രൈസിസ് വന്നപ്പോ, നമ്മളുടെ COVID-19 വന്നപ്പോ, ഓയിൽ സ്പിൽ ഉണ്ടായപ്പോ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട്. ദെൻ നമുക്ക് മഹാസാഗർ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവിന്റെ റെസിപ്റ്റന്റ് ആണ് എന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് എൻഡ് ചെയ്യണം. സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ നമ്മളുടെ ഈ ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻഷിപ്പ്. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് 2 കുഞ്ഞ് ആർട്ടിക്കിളുകൾ എനിക്ക് പറയാനുണ്ട്. ഐസോബ്യൂട്ടനോൾ, അതായത് നമ്മളുടെ പെട്രോളിൽ നമ്മൾ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല അല്ലെ? പെട്രോളിൽ നമ്മൾ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡീസലിലും എഥനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, പക്ഷേ ഡീസലിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല? എഥനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോ നമ്മൾ ഈ ഐസോബ്യൂട്ടനോൾ എന്ന് പറയുന്ന ബയോഫ്യൂവൽ, ഐസോബ്യൂട്ടനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോഫ്യൂവൽ ആണ്. ഐസോബ്യൂട്ടനോളിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ പെയിന്റ് ഒക്കെ അടിക്കില്ലേ? പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ സോൾവെന്റ് ആയിട്ടൊരു വെള്ള കുപ്പിയിൽ, ഒരു വെള്ള കളറിലൊരു ബോട്ടിൽ നിങ്ങൾ കാണാറുണ്ടോ? അതായത് നമ്മളുടെ പെയിന്റ് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കട്ടയായിട്ടുള്ള പെയിന്റുകൾ കുറച്ചും കൂടി ലൂസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യും. ആ സോൾവെന്റിലുള്ള പ്രധാന കമ്പോണന്റ് ആണ് ഈ ഐസോബ്യൂട്ടനോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഐസോബ്യൂട്ടനോൾ എന്തായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു? നമ്മൾ ഡീസൽ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നടന്നിട്ടൊന്നുമില്ല, ബ്ലെൻഡ് ചെയ്തിട്ട് ശരിയാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, ഡീസലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ഐസോബ്യൂട്ടനോൾ ഈസ് ആൻ ആൽക്കഹോളിക് കോമ്പൗണ്ട്. കാണാൻ പറ്റുന്നുണ്ട്? ഐസോബ്യൂട്ടനോൾ ഈസ് എ ആൽക്കഹോളിക് കോമ്പൗണ്ട് വിത്ത് ഫ്ലെയിമബിൾ പ്രോപ്പർട്ടീസ്. സോ ഐസോബ്യൂട്ടനോൾ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഐസോബ്യൂട്ടനോൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൽക്കഹോളിക് കോമ്പൗണ്ട് വിത്ത് flammable property. Then, commonly used as a solvent in many industries, including paints and coating. Can it be naturally produced? അതായത് ഐസോബ്യൂട്ടനോളിനെ കുറിച്ചിട്ട് UPSC ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദ്യം ഫ്രെയിം ചെയ്യും? ഐസോബ്യൂട്ടനോളിന്റെ സയന്റിഫിക് നെയിമും അതിന്റെ കെമിക്കൽ സ്ട്രക്ചറൽ ഫോർമുലയും എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒരു കെമിക്കൽ സ്ട്രക്ചർ തന്നിട്ട് ഇതാണ് അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ ഫോർമുല എന്ന് UPSC ചോദിക്കുമോ? ഇല്ല. പകരം എന്ത് ചോദിക്കും? ഐസോബ്യൂട്ടനോൾ ഈസ് ആൻ ആൽക്കഹോളിക് കോമ്പൗണ്ട് വിത്ത് ഫ്ലെയിമബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരാം. ദെൻ കോമൺലി യൂസ്ഡ് ആസ് സോൾവെന്റ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഈ ഐസോബ്യൂട്ടനോൾ ഞാൻ ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടപ്പോഴാണ് ഐസോബ്യൂട്ടനോൾ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ലെങ്കിൽ ഇതിനെ നമ്മളൊരു ബയോഫ്യൂവൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമോ? നിങ്ങൾക്ക് ഐസോബ്യൂട്ടനെ കുറിച്ചിട്ട് ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ഐസോബ്യൂട്ടനോൾ നമ്മൾ എഥനോളിൽ അല്ലെങ്കിൽ ഡീസലിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അത് പൊട്ടൻഷ്യലി നാച്ചുറലി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാകണ്ടേ? ആകണം. സോ നിങ്ങൾ ഐസോബ്യൂട്ടനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ അല്ല ഞാനോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പകരം നിങ്ങൾ ഐസോബ്യൂട്ടനോൾ ഡീസലുമായി ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡീസലുമായി ബ്ലെൻഡ് ചെയ്യുന്നു എന്നൊരു ന്യൂസ് നിങ്ങൾ വാർത്തയിൽ വായിച്ചു. അങ്ങനെ വാർത്തയിൽ വായിക്കുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തു. ഐസോബ്യൂട്ടനോൾ എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സോൾവെന്റ്, നമ്മളുടെ പെയിന്റിലും കലർത്താനായിട്ടുള്ള സോൾവെന്റ്. അതൊരു ആൽക്കഹോളിക് കോമ്പൗണ്ട് ആണ്. ഫ്ലെയിമബിൾ പ്രോപ്പർട്ടീസ്, അത് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഈ അടുത്ത് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതായത് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവർ ഈ സോൾവെന്റ് ഒഴിച്ചിട്ട് തന്നെ അങ്ങോട്ട് കത്തിക്കും. പെട്ടെന്ന് ആളിക്കത്തും. ഡീസൽ ആളിക്കത്തുന്നത് പോലെ നമ്മളുടെ ഈ സോൾവെന്റ് ആളിക്കത്തും. സോ ഫ്ലെയിമബിൾ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, ആൽക്കഹോളിക് കോമ്പൗണ്ട് ആണ്. ദെൻ ഇത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അധികം ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ പത്രം വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ ഉണ്ട്. എന്താണ്? നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഡീസലിൽ ബ്ലെൻഡ് ചെയ്യോ? ബ്ലെൻഡ് ചെയ്യില്ല. കാരണം എന്താ?
ഇത്രയും പൈസ കൊടുത്ത് റിന്യൂവബിൾ അല്ലാത്തൊരു സാധനം നമ്മൾ ഡീസലിൽ ബ്ലെൻഡ് ചെയ്തിട്ട് സമയം കളയോ ഇല്ല. സോ ഡെഫിനറ്റ്ലി ഇത് നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കണം. സോ എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടത് ആ ഒരു ഇൻട്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ കാണാത്ത ഒരുപാട് ക്വസ്റ്റ്യനുകൾ എന്തിലുണ്ടാകും, പ്രിലിംസ് പരീക്ഷയിൽ ഉണ്ടാകും. പക്ഷേ ഇൻട്യൂഷൻ വെച്ചിട്ട് അതെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ഐസോബ്യൂട്ടനോൾ എന്താണ്? നമ്മളുടെ ഐസോബ്യൂട്ടനോൾ ഒരു നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൽക്കഹോളിക് കോമ്പൗണ്ട് ഉള്ള ഫ്ലെയിമബിൾ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഐസോബ്യൂട്ടനോൾ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽഗേസിന്, നമ്മളുടെ ആൽഗേസ് കൊണ്ട് ഈ ഐസോബ്യൂട്ടനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊരു ലെവൽ 3 ഓർ സ്റ്റേജ് 3 പ്രോഗ്രാം ആണ് നമ്മുടെ ബയോഫ്യൂവൽ ടെക്നോളജിയിലെ സ്റ്റേജ് 3. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? എഥനോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാർച്ചിൽ നിന്നും സിറിൽസിൽ നിന്നും പൾസസിൽ നിന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർച്ച് കളക്ട് ചെയ്തിട്ട്, ഷുഗർ കെയിനിൽ നിന്നൊക്കെ സ്റ്റാർച്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ എഥനോൾ ക്രിയേറ്റ് ചെയ്യും. തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? ആൽഗെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്യൂട്ടനോൾ, പെർട്ടിക്കുലർലി ഐസോബ്യൂട്ടനോൾ എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഐസോബ്യൂട്ടനോൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇന്നലത്തെ ഡിസ്കഷനിൽ നമ്മൾ ഇന്ത്യയും നേപ്പാളിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണ്? ഇന്ത്യയും നേപ്പാളും അതിർത്തി പങ്കിടുന്നത് എത്ര കൺട്രീസ് ആണ്? ഈ പിക്ചർ കാണിക്കുന്നതിന് മുന്നേ നിങ്ങൾ നോക്കി, എത്ര കൺട്രീസ് ആണ് ഇന്ത്യക്കും, എത്ര സംസ്ഥാനങ്ങളാണ് ഇന്ത്യയും നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം? നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരാഖണ്ഡിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മാപ്പൊക്കെ എവിടെയോ കണ്ട് ഒരു ഓർമ്മയുണ്ട്, ഉത്തരാഖണ്ഡിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ ഉത്തർപ്രദേശിനെ നിങ്ങൾ പ്ലേസ് ചെയ്യും. ദെൻ ആരുണ്ട്? ദെൻ ബീഹാർ ഉണ്ട്. ഏതാണ്? ബീഹാർ ഉണ്ട്. ദെൻ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്ന ഒരു സംസ്ഥാനമുണ്ട്, വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ പലരും ഓർക്കുന്നത് ഒഡീഷയ്ക്ക് അടുത്ത് കിടക്കുന്ന വലിയ പാർട്ടിനെയാണ്. പക്ഷേ ഇതിന് മുകളിലേക്ക് ഒരു കണക്ഷൻ ഇല്ലേ? മുകളിലേക്കും കണക്ഷൻ ഉണ്ട്. സോ വെസ്റ്റ് ബംഗാളാണ് 4ാമത്തെ കൺട്രി. 5ാമത്തത് സിക്കിം ആണ്. സോ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണ്? 5 സംസ്ഥാനങ്ങളാണ്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ദെൻ വേറെ ആരാണ്? ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം. സോ മറന്നു പോകരുത്, ഞാൻ ഇന്നലെ ഈ ഒരു ഡിസ്കഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഒരു മാപ്പ് പ്ലേസ് ചെയ്തപ്പോൾ ഞാൻ ഇത് പറയാനായിട്ട് വിട്ടുപോയി. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ നിങ്ങൾ നോക്കി, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസിന്റെ GST എത്രയായിട്ട് കുറച്ചു? 0 ആയിട്ട് കുറച്ചിരിക്കുകയാണ്. 18% നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻഫ്ലേഷൻ കുറയാനായിട്ട് ഇതൊരു കാരണമാകും. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ ഒരു ദ ഹെൽത്ത് ചെക്ക് ഫോർ ദ ന്യൂ GST ഹെൽത്ത് കെയർ റീഫോംസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം പോലും ഈ ഒരു ആർട്ടിക്കിളിൽ, ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദെൻ എങ്ങനെയാണ് ഇൻഷുറൻസ് സെക്ടർ റിനോവേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഇവിടെ ജസ്റ്റ് വേറൊരു രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടർ 3% ആളുകളെ ഉള്ളൂ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 7% ആളുകൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസ്, പെർട്ടിക്കുലർലി ഹെൽത്ത് ഇൻഷുറൻസ് പെനിട്രേഷൻ ഉണ്ട് ഗ്ലോബലി. GDP-യുടെ 7%. ഇന്ത്യയിൽ അത് വെറും 3% മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 7ലേക്ക് എത്തിക്കണം. ദെൻ ഇൻഷുറൻസിന്റെ അകത്ത് സ്ട്രക്ചറലി നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം? സ്ട്രക്ചറലി ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ഒരു എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിലേക്കും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗർ പോലെ, പ്രഷർ പോലെ. സോ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനും എന്ത് കൊടുക്കണം? ഹെൽത്ത് ഇൻഷുറൻസ് അവൈൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകണം. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കഷൻ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ന്യൂസ് അനാലിസിസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നമ്മളുടെ ന്യൂസുകളിലേക്ക് പോവുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആണ്. സോ അത് മറന്നു പോകരുത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക.